ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ പെരുന്നാൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ രാവിലെ തന്നെ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് നാടൻ തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ മോള് പറഞ്ഞു ഓൾക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ ഓൾക്ക്. അപ്പം ഞാനിത് അവിടെ നമ്മളെ പായസത്തിലെ അടയ്ക്കുന്ന വേവിച്ചെടുക്കാൻ കേട്ടോ. അട നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു കൊട്ടയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു ചോറ് ഇടാൻ പോവാണ്. തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. തേങ്ങാച്ചോറും ബീഫ് കുറുമയും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ തേങ്ങക്ക് അരിയൊക്കെ ഇട്ടു, ഉള്ളി ഇട്ടു, ചെറിയ ഉള്ളിയാണ് കേട്ടോ. തേങ്ങ ഇട്ടു, ഉലുവ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. കല്ലുപ്പാണ് കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഉള്ളിയും ഉലുവയും തേങ്ങയും എല്ലാം നന്നായിട്ട് ഇതിൻ്റെ തേങ്ങയുടെ പാലൊക്കെ നമ്മൾ കുഴച്ചിട്ട് നമ്മളെ ചോറിൽ ഇങ്ങോട്ടാവണം. എന്നിട്ട് ചോറിൻ്റെ ഒപ്പം ഈ അരിയുടെ ഒപ്പം ഏകദേശം ഒപ്പം വെള്ളം വെക്കാണ്ട് അരിയുടെ മുകളിലായിട്ട് വെള്ളം വെക്കണ്ടേ. അപ്പം നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്. ചോറൊക്കെ അത് അങ്ങനെ അടുപ്പത്തായിട്ടോ. ഇവിടെ മുളപ്പിച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പായസത്തേക്കുള്ളത്. അപ്പം എനിക്കിവിടെ ഓരോ പണികളുണ്ട് കേട്ടോ. പെരുന്നാളിലല്ലേ അപ്പം നമ്മളെ വീട്ടിലെല്ലാ പണികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നാം പാല്, രണ്ടാം പാല്, പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ എല്ലാം കൂട്ടി മൂന്നാം പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ പാലൊക്കെ ഒഴിക്കുള്ളൂ. അപ്പം ഞാനതിൻ്റെ ഇടയിലൂടെ മുറ്റടിക്കാനും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മുളപ്പിച്ച് തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് അപ്പോൾ ആ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പായസം റെഡിയാക്കാണ്. അപ്പോൾ നമ്മൾ അടപ്പായസം ഉണ്ടാക്കണം. അടയൊക്കെ നന്നായി വെന്ത് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ശർക്കര അവിടെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ അരിച്ചിട്ട് ഇതിൽ കല്ലൊക്കെ കളഞ്ഞിട്ട് നേരെ നമ്മൾ പായസത്തേക്ക് ഒഴിക്കുക. അപ്പോൾ അടയൊക്കെയാണ് കേട്ടോ ശർക്കര ഒഴിച്ചിട്ട് ഇനി ശർക്കര അടി നന്നായിട്ടൊന്ന് വേവട്ടെ. അല്ലെ ഞാൻ മൂന്നാം പാൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേവിക്കട്ടെ. നന്നായി വെന്തതിന് ശേഷം പിന്നെ നമ്മളെ രണ്ടാം പാല് കുറച്ച് ഒഴിക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റിലാണ് കേട്ടോ ഒന്നാം പാൽ ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നമുക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഏലക്കയും പഞ്ചസാരയൊക്കെ പൊടിച്ചത് ഇട്ടിട്ടോ നമുക്കൊരു നുള്ളു ഉപ്പ് ബാലൻസ് നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കണം. ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തിടുന്നുണ്ട്. നന്നായിട്ട് മൂത്തിയതിന് ശേഷം നമ്മളെ പായസത്തിൽ ഒഴിക്കാം കേട്ടോ ചീന. അപ്പം നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡിയായി. പായസമൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഈ പായസം നിലക്ക് നമ്മൾ അടച്ചു വെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. ഇതാ ഉപ്പച്ച് പള്ളിയിൽ പോവാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വിത്തറിൻ്റെ അരിയൊക്കെ കൊടുക്കാനുള്ളത് വീട്ടിൽ കൊടുത്തതിന് ശേഷം അങ്ങനെ പള്ളിയിൽ പോവും. അപ്പോഴേക്ക് നമ്മൾ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിരുന്നു കേട്ടോ. തേങ്ങാച്ചോറ് നന്നായി ചോറൊക്കെ നന്നായി വെന്തിട്ട് അപ്പം ഞാനിനി ഫ്രൈഡ് റൈസിലെ അരി വേവിക്കാൻ പോവാണ്. അപ്പം അരിയൊക്കെ റെഡി ആകുമ്പോഴൊക്കെ ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. കാബേജ് ഉപ്പേരിയാണ് നമ്മൾ തേങ്ങാച്ചോർക്ക് നല്ല കോമ്പിനേഷനാണ് കേട്ടോ കാബേജ് ഉപ്പേരി. അങ്ങനെ ആ കാബേജ് ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ റെഡി ആയി. ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ചോറൊക്കെ ഞാൻ നന്നായിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ടോ. ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നല്ല ലെങ്ത് ആയി പോട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ സോയാ സോസും
കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിട്ടിട്ട്. അപ്പം അതിനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. മോൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എണ്ണയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളെ സവോള ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കേട്ടോ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാഗിയാണ് കേട്ടോ, ഒരു മാഗി എടുത്തിട്ടുണ്ട്. സോസാണ് കേട്ടോ, ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിക്കണേ. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ടൊമാറ്റോ സോസൊക്കെ ഉള്ളത് കൊണ്ട് ഒപ്പിക്കാൻ കേട്ടോ ചെയ്യുന്നത്. ചില്ലി പേസ്റ്റ്, പിന്നെ ഞാനിതിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുരുമുളക് പൊടി. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്, അതിൽ കാട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് തണുത്ത് ശരിയായിട്ടുണ്ട് കേട്ടോ. മോളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ എവിടെയും ചില ഭാഗങ്ങളിലൊന്നും എത്തില്ല കേട്ടോ ഓൾക്ക്. അപ്പോൾ കുറച്ച് മല്ലിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറൊക്കെ പെട്ടെന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഉപ്പച്ചി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. മോൾ ഉപ്പച്ചി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഉപ്പച്ചിയാണ് കേട്ടോ ഇവിടെ ഇനി പപ്പടം പൊരിക്കലും ബീഫ് ചില്ലി ഉണ്ടാക്കലും. ബീഫ് ചില്ലിയും ബീഫ് കുറുമയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, ബീഫ് വരട്ടിയത്. അപ്പം ഇനി എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പച്ചിയാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ മോളെ കുളിപ്പിക്കലും മോളെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കലും പിന്നെ എൻ്റെ കുളിയും വീട്ടിലത്തെ പണികളും ഒക്കെ കഴിഞ്ഞ് അപ്പോൾക്ക് ഉപ്പച്ചി എല്ലാം ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഉപ്പച്ചി ഏറ്റെടുത്തതാണ് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കണേ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പം ഉപ്പച്ചി കേട്ടോ പള്ളിയിൽ പോകുള്ളൂ, ഞങ്ങൾ ഇവിടുന്ന് തന്നെ കേട്ടോ നിസ്കരിക്കാം. അപ്പോൾ ഉപ്പച്ചി തന്നെ കേട്ടോ ഫുള്ള് എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോളിപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഓളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഓളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ബീഫൊക്കെ വരട്ടാണ് കേട്ടോ. എണ്ണയിലേക്ക് ഇടാൻ ഉപ്പച്ചി മറന്നു പോയിട്ടോ, എന്നോട് പറഞ്ഞു കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് എന്നുകൊണ്ട്. പിന്നെ വലിയ ജീരകം ബീഫിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ. അപ്പോൾ ഇതാ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചോറ് വിളമ്പട്ടോ. നമ്മൾ തേങ്ങാച്ചോറൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല ടേസ്റ്റിൽ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇലയിൽ ഭക്ഷണം കഴിക്കാനായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്താട്ടോ. അപ്പോൾ നമ്മളെ പായസമൊക്കെ ഇതാ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പായസം ഞങ്ങൾ ഇവിടെ പരിപ്പ് പായസം കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അടപ്പായസം അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടപ്പായസമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളൊന്ന് കഴിച്ച് നോക്കണ്ടോ. നമ്മൾ പപ്പടവും തേങ്ങാച്ചോറും ഫ്രൈഡ് റൈസും ബീഫ് വരട്ടും ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. കൂടെ ബീഫ് ചില്ലി ഉണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ ബീഫ് ചില്ലി. അപ്പം എല്ലാവരും ഒന്നിച്ച് കഴിക്കാം, നമ്മൾക്ക് ഇലയിൽ വെട്ടി കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇലയിൽ കഴിക്കാം കേട്ടോ ഭക്ഷണമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇതാ മോളിവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പായസമൊക്കെ ഇതാ കുടിച്ചും കൂടി ഇരിക്കുക കേട്ടോ. ഇപ്പം സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പായസം. അപ്പം ഞാൻ കുറച്ച് ചോറ് ഇലയിലിട്ട് നോക്കിയതാട്ടോ എങ്ങനെ ഉണ്ട് പായസം എന്ന്. അപ്പോൾ പായസമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ പെരുന്നാള്. അപ്പം തന്നെ ഞങ്ങളെ വീട്ടിൽ നമ്മൾ പടക്കം പൊട്ടിക്കാം കേട്ടോ. ഇതാ കുറേ നമ്മൾ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടികളൊക്കെ വരും കേട്ടോ പടക്കം പൊട്ടിക്കാൻ. ഓല് കുറേ പടക്കം കൊണ്ടുവരും കേട്ടോ. പടക്കം പൊട്ടിക്കാൻ ഓല് നല്ല ആവേശത്തിലാക്കാരം എല്ലാവരും കൊണ്ടിട്ട് ഞങ്ങളെല്ലാവരും നല്ല രസമായിട്ടാട്ടോ പടക്കം പൊട്ടിക്കുക. അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് നല്ല രസമാട്ടോ. ഓല് പടക്കമൊക്കെ ഓലെന്നെ വരുമ്പോൾ കൊണ്ടുവരട്ടോ. പിന്നെ ഇവിടുന്ന് വാങ്ങട്ടോ മുളപ്പച്ചി കുറേ പടക്കമൊക്കെ വാങ്ങി. ഞങ്ങൾക്കിത് നല്ലൊരു ആഘോഷമാണ് കേട്ടോ ഈ പടക്കം പൊട്ടിക്കലൊക്കെ. ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ പടക്കം പൊട്ടിക്കലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇവിടെ മലപ്പുറത്ത് വന്നിട്ടോ പടക്കം പൊട്ടിക്കലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ കുട്ടികളും ഒക്കെ ഞങ്ങളെ പെരുന്നാളൊക്കെ ഇതാട്ടോ ഞങ്ങളുടെ സന്തോഷം.
ഓരോ ഉമ്മച്ചൊക്കെ വരവുണ്ടോ പ്രാവശ്യം എന്താ അറിയില്ല, വന്നിട്ടില്ല ഓരോ ഉമ്മച്ചി. അപ്പോൾ ഇതാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ. വലൈക്കും സലാം.